നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിക്കുന്ന കൊലോസി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ദയവായിട്ട് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3. സ്തോത്രം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന, ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിച്ച് ജീവിക്കുന്ന, നമ്മെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതിയ മനുഷ്യനെ, പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്ന, ദയയും ദീർഘക്ഷമയും താഴ്മയും അതൊക്കെ വസ്ത്രമായിരിക്കുന്ന ഒരു ശിഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മറ്റൊരു താല്പര്യം കൂടെയാണ് നമ്മൾ ഈ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പൗലോസിൻ്റെ ഉപദേശങ്ങളെല്ലാം തന്നെ അത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ദൈവവചനത്തിലെ ഉപദേശങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മുകളിലുള്ള വേദഭാഗത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ചിന്ത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡ്രസ് കോഡ് ഓഫ് എ ഡിസൈപ്പിൾ? ഇന്ന് നമ്മൾ ഈ കാര്യം തുടർന്ന് അല്ലെങ്കിൽ ആ നിലയിലുള്ള ജീവിതത്തോട് ബന്ധപ്പെടുത്തിയുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് തുടർന്ന് ചിന്തിപ്പാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യത്തോടെ ഒരു വ്യക്തിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഒരാളിൽ വസിപ്പാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് നമുക്ക് ചിന്തിപ്പാനായി നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ അടുത്ത വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്താണെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും യേശു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് ഇരിപ്പിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താണ് വസിക്കുന്നതെന്നുള്ളത്, ആ ഇൻവേർഡ് റിയാലിറ്റി, ഉള്ളിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് വസിക്കുന്നു. പക്ഷേ അതിന് ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനുണ്ട്. ആ ഇൻവേർഡ് റിയാലിറ്റിയുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കുന്നവൻ്റെ ജീവിതം എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ആ കാര്യമാണ് പൗലോസ് അല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം എന്താ? കൊലോസി ലേഖനവും എഫേസ്യ ലേഖനവും തമ്മിൽ വളരെ വളരെ സാമ്യങ്ങളുണ്ട്. കൊലോസി ലേഖനത്തിനും എഫേസ്യ ലേഖനത്തിനും ഒരുപാട് സാമ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൊലോസി ലേഖനത്തിലെ ഈ 3:16 മുതൽ 4:1 വരെയുള്ള വേദഭാഗവും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 6-ാമത്തെ അധ്യായം 9 വരെയുള്ള വാക്യങ്ങളും വളരെ സാമ്യമുള്ള വേദഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കൺസൈസായിട്ട് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഒന്നുകൂടെ വിശദീകരിച്ച് എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായം 18 മുതൽ 6-9 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 3-ാം അധ്യായം 16 മുതൽ 4:1 വരെയുള്ള വേദഭാഗവും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 6-9 വരെയുള്ള വേദഭാഗവും തമ്മിൽ
വളരെ വളരെ സാമ്യമുണ്ട്, വളരെ പാരലലായിട്ടുള്ള, വളരെ സമാന്തരമായിട്ടുള്ള വേദഭാഗമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ രണ്ട് വേദഭാഗങ്ങളും നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ആശയം ഒന്നുകൂടെ വ്യക്തമാകും. ഇവിടെ ഈ 16-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് സത്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി. നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ആസ് യു ലെറ്റ് the word of Christ dwell in you, it will dwell in you richly. If you do not let the word of Christ dwell in you richly, it will not dwell in you. ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ ഐശ്വര്യമായി വസിപ്പാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വസിക്കട്ടെ, വസിക്കാൻ അനുവദിക്കൂ എന്ന തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം എന്തു ചെയ്യും? നമ്മളിൽ വസിക്കും. എങ്ങനെ വസിക്കും? റിച്ചായിട്ട് വസിക്കും, ഐശ്വര്യമായിട്ട് വസിക്കും, സകല ധനമാഹാത്മ്യത്തോടെ ക്രിസ്തുവിൻ്റെ വചനം ഒരുവനിൽ വസിക്കാൻ തുടങ്ങും. എപ്പോൾ? ക്രിസ്തുവിൻ്റെ വചനം വസിപ്പാനായി അനുവദിക്കുന്ന ഒരുവനിൽ, അങ്ങനെയുള്ളവനിൽ മാത്രം ക്രിസ്തുവിൻ്റെ വചനം എന്തു ചെയ്യും? സകല ധനമാഹാത്മ്യത്തോടെ, റിച്ചായിട്ട്, ഐശ്വര്യത്തോടെ അവനിൽ വസിക്കാൻ തുടങ്ങും. എഫേസ്യ ലേഖനത്തിൽ ഇതേ വേദഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ വചനം എന്നുള്ളിടത്ത് റീപ്ലേസ് ചെയ്തേക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ. എന്തുവാ? എഫേസ്യ ലേഖനം 5:18 അങ്ങ് വായിച്ചു. ആത്മാവ് നിറഞ്ഞവരായി. എന്നിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഓക്കെ. അപ്പം നോക്കിയേ, ആ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള പാരലൽ, സമാന്തര സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ചേ. എഫേസ്യ ലേഖനത്തിലും ആത്മാവ് നിറഞ്ഞവരായി, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയതങ്ങൾ. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ എന്താ പറയുന്നേ? ഇനിയും കമോൺ. കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കട്ടെ. തമ്മിൽ പഠിപ്പിക്കുന്ന കാര്യമെല്ലാം രണ്ടിടത്തുമുണ്ട്. തമ്മിൽ സംസാരിക്കുന്ന കാര്യം, ഹൃദയത്തിൽ ദൈവത്തിന് പാടുന്ന, അത് രണ്ടിടത്തുമുണ്ട്. നന്ദിയുള്ളവരായിരിക്കുന്ന കാര്യം അതുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഒറ്റ കാര്യമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. എന്താ? എഫേസ്യ ലേഖനത്തിൽ ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് പറയുന്നെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ എന്ത് പറയുന്നു? ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുക എന്നുള്ളത് ആ ഒരു നാണയത്തിൻ്റെ ഒരു വശമാകുന്നെങ്കിൽ അതിൻ്റെ മറുവശം എന്താ? ആത്മാവ് നമ്മിൽ നിറയട്ടെ. അപ്പോൾ ആത്മനിറവും വചനം എന്നെ കൺട്രോൾ ചെയ്യുന്നതും, ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ യു റിച്ച്ലി എന്നാ പറയുന്നത്. ഡ്വെൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വസിക്കുക. ഒരു ഭവനത്തിൽ വന്നിട്ട് ആ ഭവനത്തിൻ്റെ നായകത്വം ഏറ്റെടുത്ത് ആ ഭവനത്തെ നിയന്ത്രിക്കുന്നതിനാണ് പറയുന്നത് വസിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളത് ലോഡ്ജ് ചെയ്യുക, ഒരു വഴിപോക്കനെ പോലെ വന്നു പോവുക. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. വെള്ളിയാഴ്ചയും ഒക്കെ ചിലപ്പം വചനം ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങി
അല്ലെ നമ്മൾ അതിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിയൊക്കെ ഒന്ന് പോകും. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ സഹോദരൻ 4 അധ്യായം കാണാതെ പഠിച്ചപ്പോൾ പുറത്ത് ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ കേട്ടു, ഇനിയിപ്പം 4 ദിവസം വേദോസം വായിക്കണ്ടല്ലോ, 4 അധ്യായം എന്ന് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞു വരുന്നത് ഈ കാര്യമല്ല. പറഞ്ഞ ആൾക്കാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം എങ്ങനെയാ ഇത് ഇയാളുടെ ചെവിയിലെത്തിയെന്നുള്ളതാ. ഓക്കെ, എനിവേ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മളിൽ വസിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് വ്യത്യസ്തമാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് അത് വ്യത്യസ്തമായിരിക്കുന്നത്? വചനവുമായിട്ട് ചിലർക്ക് ബന്ധമുണ്ടെന്നുള്ളത് ശരിയാണ്, വചനം അറിയാമെന്നുള്ളത് ശരിയാണ്, അറിവുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അറിവുള്ളതോ വെള്ളിയാഴ്ച വന്നൊരു പ്രാവശ്യം വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടതുകൊണ്ടോ ഒന്നും ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മിൽ വസിക്കണമെന്ന് നിർബന്ധമില്ല. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മളിൽ വസിക്കണമെങ്കിൽ വി മസ്റ്റ് ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ മീ. ഞാൻ ദൈവവചനം എൻ്റെ ചിന്തയെ, എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാനായി ഞാൻ അനുവദിക്കണം. അതിനാ പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വചനമാണ് എൻ്റെ ഒരു ഡിസിഷൻ്റെ അടിസ്ഥാനം, എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനം, അല്ലെ എൻ്റെ ഒരു ചിന്തയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ വചനമായിരിക്കണം. അതാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത പ്രിയപ്പെട്ടവർ പോലും ദൈവത്തിൻ്റെ വചനത്താൽ, അവർ കേട്ട വചനത്താൽ അവരുടെ ജീവിതത്തിൽ ആ കേട്ടത് അവർക്ക് ഒത്തിരി അറിയത്തില്ലേലും എത്ര കേട്ടോ അത് ജീവിതത്തിൽ അവരെ വ്യത്യാസപ്പെടുത്താൻ അനുവദിച്ചപ്പോൾ അവരനുഗ്രഹീതരായിട്ട് തീർന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ സംഭവകഥ വായിച്ചു. സംഭവകഥ, ഒരു അന്ധയായിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, അന്ധയാണ് അവൾ, സംഭവിച്ച ഒരു കാര്യമാണ്. അവൾക്ക് ആരോ അവളെ ബ്രെയിലി ലാംഗ്വേജ്, അതായത് കണ്ണു കാണാത്തവർക്ക് സ്പർശനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ പ്രത്യേക രീതി, ബ്രെയിലി ഭാഷയെ അവളെ പഠിപ്പിച്ചു. ആരോ സുഹൃത്തുക്കൾ അവൾക്ക് ഒരു മർക്കോസിൻ്റെ സുവിശേഷം അവൾക്ക് പ്രസൻ്റായിട്ട് കൊടുത്തു. ബ്രെയിലി ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ളതാണ്. അത് അവൾ കൈകൊണ്ട് തൊട്ട് അത് മനസ്സിലാക്കുമായിരുന്നു. ഒരുപാട് സമയം ആകെപ്പാടെ മർക്കോസിൻ്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ കിട്ടിയ സമയം മുഴുവൻ ഇതിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാമോ? അങ്ങനെ കുറേ നാളായി കഴിഞ്ഞപ്പോൾ അവളുടെ വിരലുകൾക്കൊക്കെ തഴമ്പുണ്ടാകാൻ തുടങ്ങി, തഴമ്പായി തുടങ്ങി. തഴമ്പായി കഴിഞ്ഞപ്പോൾ ഈ സെൻസേഷൻ കുറയാൻ തുടങ്ങി. അവളെന്ത് ചെയ്തു? ഈ തഴമ്പുകളൊക്കെ എങ്ങനെയോ കട്ട് ചെയ്ത് നീക്കി. പക്ഷേ അബദ്ധവശാൽ അതല്പം കടന്നുപോയി. ആ സെൻസേഷൻ അവൾക്ക് നഷ്ടപ്പെട്ടു. സെൻസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം നമുക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് മർക്കോസിൻ്റെ സുവിശേഷം മാത്രം, വേറൊന്നുമില്ല. അവസാനം ആ ബ്രെയിലി ഭാഷയിൽ, അല്ലെ ആ തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എടുത്ത് ഇങ്ങനെ ചുംബിച്ച്
ഇനി എനിക്കിത് വായിക്കാൻ കഴിയത്തില്ലല്ലോ. എഴുതിയേക്കുന്ന ഷീ കിസ്ഡ് ദാറ്റ് ബുക്ക് ഗുഡ് ബൈ. അങ്ങനെ കിസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ചുണ്ടേൽ സെൻസേഷൻ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അവൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചുണ്ടുകൾ കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം, അതിൻ്റെ മാഹാത്മ്യം ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ, അത് ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, ആ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മെ വ്യത്യാസപ്പെടുത്തുന്നത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം, ക്രിസ്തുവിൻ്റെ വചനം എന്നിൽ എന്ത് ചെയ്യുന്നു? ഐശ്വര്യമായിട്ട് വസിക്കാൻ തുടങ്ങി. ഇറ്റ് ടേക്കിംഗ് കൺട്രോൾ ഓവർ മീ. അതായത് എൻ്റെ ചിന്തകളെ ഇത് നിയന്ത്രിക്കാൻ തുടങ്ങണം. ആകട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി പെട്ടെന്ന് വരാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ആത്മനിറവും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ ഐശ്വര്യമായി വസിക്കുന്നതും രണ്ടും രണ്ടല്ല, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ഇപ്പോൾ ഈ വേദഭാഗം തന്നെ മതിയാകും. എഫേസ്യർ 5:18 കൊലോസ്യർ 3:16 ചേർത്ത് വായിച്ചാൽ തന്നെ അതിനെ മതി. എങ്കിലും ഒരു വേദഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തിയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. 67ഓളം പ്രാവശ്യം. ഞാൻ ഒരു എസ്റ്റിമേറ്റ് ചെയ്തതനുസരിച്ച്, ഇത് തെറ്റാകാം ശരിയാകാം എനിക്കറിയില്ല, 67ഓളം പ്രാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. 27ഓളം പ്രാവശ്യം ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു പക്ഷേ തെറ്റാം, ഇതെൻ്റെ കണക്കാണ്, എനിക്ക് വേറെ കിട്ടിയതല്ല. 27ഓളം പ്രാവശ്യം ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവസഭയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. ഉദാഹരണത്തിന് അതിനകത്തെ പ്രധാനപ്പെട്ട 2-3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 6:7 ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഇപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ക്ലൂ കിട്ടിക്കാണുമല്ലോ. ഈ ആൾക്കൂട്ടം ഉണ്ടാക്കാം, നമുക്ക് ആൾക്കൂട്ടം ഉണ്ടാക്കാം. പല കാര്യങ്ങൾ കൊണ്ടും ആളിനെ കൂട്ടാം. എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം വെച്ച് ആൾ കൂടും. പക്ഷെങ്കിൽ ശിഷ്യനുണ്ടാകണമെങ്കിൽ വചനം പ്രസംഗിക്കണം. വചനത്തിൻ്റെ പ്രകാശനമില്ലാതെ ശിഷ്യനെ കിട്ടുകയില്ല, ആൾക്കൂട്ടം കിട്ടും. കർത്താവ് അത് തന്നെയല്ലേ പറഞ്ഞേ? മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ 19-20 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സ്നാനം കഴിപ്പിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ടീച്ച് ദം. എന്നിട്ട് ശ്രദ്ധിക്കണം, ശിഷ്യനാകുന്നത് എങ്ങനെ? കർത്താവിൻ്റെ വചനം ഉള്ളിൽ കയറി ഐശ്വര്യമായി
വസിക്കുമ്പോൾ മാത്രമേ ശിഷ്യനുണ്ടാകത്തുള്ളൂ, അല്ലെ ആൾക്കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തിക്ക് 28 അധ്യായമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ചിലർക്ക് 29 അധ്യായമുണ്ട്. ഞാൻ ആദ്യം ഓർത്തു കർത്താവ് തൻ്റെ പ്രവർത്തനം തുടരുന്നു എന്ന അർത്ഥത്തിൽ അവർ അതുപയോഗിച്ചതെന്ന്. പക്ഷെ അങ്ങനെയല്ല. സകല കോപ്രായവും കോമാളിത്തരവും കാണിച്ചേച്ച് ആത്മാവാണെന്ന് പറയുക. ആരും എന്നോട് പിണങ്ങണ്ട. ആ പിണങ്ങിയാലും എനിക്കിനി ഐ ഹാവ് നത്തിങ് ടു ലൂസ്. സകല കോമാളിത്തരവും കോപ്രായവും കാണിച്ചേച്ച് ആത്മാവാന്ന് പറയുക. അത് ആത്മാവൊന്നുമല്ല. ദൈവവചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നിനും ദൈവാത്മാവിൻ്റെ അപ്രൂവലില്ല. ഒന്നുകിൽ അത് മനുഷ്യാത്മാവ, ഇനി ഒരു പടി കൂടെ കടന്ന് പറയാം, ചിലപ്പോൾ ദുരാത്മാവുമാകാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, where there is the Spirit of God, there will be the Word of God. ഒന്നുകൂടെ കേട്ടെ, ദൈവാത്മാവ് എവിടെയുണ്ടോ അവിടെ ദൈവവചനം ഉണ്ടായിരിക്കും. ദൈവവചനം ഇല്ലെങ്കിൽ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എനിക്കറിയാം ദഹിക്കാൻ ഇച്ചിരി പ്രയാസമാണെന്നറിയാം. കുഴപ്പമില്ല, ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ ഉത്തരവാദിയാണ്. നിങ്ങൾ എന്നെ എന്തു വേണേ ചെയ്തു, പ്രോസിക്യൂട്ട് ചെയ്തു, കുമ്പനാട്ട് കൊണ്ട് കേസ് കൊടുത്തു, സമയം പുറത്താക്കിക്കൂ, നോ പ്രോബ്ലം. പ്രിയപ്പെട്ടവരെ, ദൈവവചനമില്ലാത്തടത്ത് പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. നിങ്ങൾ ഈ 2 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചാൽ തന്നെ അത് വ്യക്തമല്ലേ. അവരുടെ ആത്മാവ് നിറഞ്ഞവരായിട്ടെന്ന് പറയുന്നെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ആത്മനിറവും വചന നിറവും തമ്മിൽ വളരെ പ്രാധാന്യമുണ്ട്. ആത്മനിറവ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചു, നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളുമെല്ലാം തന്നെ ഈ ദൈവവചനപ്രകാരം അത് നിയന്ത്രിക്കപ്പെടുന്ന ഒരനുഭവമാണ്. റിച്ചായിട്ട് ഐശ്വര്യമായിട്ട് ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമല്ല, യേശു കർത്താവിനെ വചനം എന്നാണ് വിശേഷിപ്പിച്ചേക്കുന്നത്. വചനമെന്നാണ് വിശേഷിപ്പിച്ചേക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറയുക, ആ വചനം എന്ത് ചെയ്തു? ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് യോഹന്നാൻ പറയുക, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവചനം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ അന്ധതയകറ്റുന്നത് ദൈവവചനമാണ്. മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ്. ഇതില്ലാത്ത ഇടത്ത് മനുഷ്യൻ ഭയങ്കര അബദ്ധങ്ങളിൽ ചെന്നുപെടും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞത്, ഇവിടെ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, നല്ല ശമ്പളം മേടിച്ചിരുന്ന ഒരാൾ, നാട്ടിൽ നിന്ന് ഒരുത്തൻ വന്ന് അയാളുടെ പൈസ എല്ലാം അടിച്ചു മാറ്റിയേച്ച് പറഞ്ഞു, പൈസ എല്ലാം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, പ്രവചനമേ അതൊത്തിരി പറഞ്ഞേച്ച് പറഞ്ഞു, നിങ്ങളെ ഖത്തറിലെ നമ്പർ 1 ബിസിനസ് ഹെഡാക്കാൻ പോകുക, ജോലി വിട്ടേര് എന്ന് പറഞ്ഞു. ഒരു ജോലി വിട്ടിട്ട് ബിസിനസ്സിന് പോയി. ബിസിനസ് തകർന്നു. എന്നും രാവിലെ ഇദ്ദേഹത്തെ വിളിക്കുക, യോ വാസു എന്നാ ചെയ്യണ്ടേ. ഇവിടെ പറഞ്ഞു,
ബ്രദറെ ഒരു കാര്യം ചെയ്യേ, എനിക്കൊരു വിസ എടുത്താൽ ഞാൻ അവിടെ വന്നിരുന്ന് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കോമാളി, ഈ പിശാച് പിടിച്ചോൻ വന്ന് ബാക്കിയൂടി ഇയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. ഇന്ന് അയാൾ കരഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട് ഖത്തറിൽ. എൻ്റെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? സ്ഥലത്തുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനം. ക്രിസ്തുവിൻ്റെ വചനത്തിന് സ്ഥാനം കൊടുക്കാത്തവനൊക്കെ ഇതിലൊക്കെ ചെന്ന് പെടും. അതിനായി പറയുന്നത് കേട്ടോ. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിപ്പാൻ സ്ഥാനം അത് അനുവദിക്കാത്തവനൊക്കെ ഇതിലൊക്കെ ചെന്ന് പെടും. പണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒത്തിരി ഒരു ലിസ്റ്റൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ IPC ഫെയ്ത്ത് സെൻറ്ററിലും കുറേ പേര് ഈ വകക്കാരായിരുന്നു. എന്നാൽ ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലർ ഇപ്പോഴും അതിൻ്റെ കീഴിൽ കിടക്കുക. എനിക്കറിയാം, ഒളിച്ചും പാത്തും ഒക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പണം കണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്താൽ ആരെ പേടിച്ചായി ചെയ്യുന്നേ? ദൈവത്തെ പേടിക്ക്, ദൈവത്തെ പേടിക്ക്, മനുഷ്യനെ പേടിക്കാതെ ദൈവത്തെ പേടിക്ക്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് നമ്മളിൽ വസിക്കട്ടെ. ആരുടെയും റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല, ആരും വന്ന് തലേ കൈവെക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങട്ടെ. പിന്നെ എന്തു വന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് ധൈര്യത്തോടെ പറയാനുള്ള തൻ്റെ ഉള്ളിലുണ്ടാകും. മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ വചനം എന്നിൽ വസിക്കാൻ തുടങ്ങിയാൽ കം വാട്ട് മേ, രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, ജോലി നഷ്ടപ്പെടട്ടെ, വേർപാടുണ്ടാകട്ടെ, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് എന്നിൽ വസിച്ചാൽ മതി എന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും വിഷയമല്ല അവന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഇത് ഏറ്റെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ. അതായത് നമ്മൾ വേദപുസ്തകം വായിക്കുന്നു എന്നുള്ളത് ശരിയാകാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം എത്രത്തോളം നമ്മിലേക്ക് കയറുന്നു എന്നുള്ളതാ വിഷയം. നമ്മൾ ദൈവവചനത്തിൽ കൂടെ പല പ്രാവശ്യം കടന്നു പോകാം. വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ കഴിയുന്ന റീഡിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ട്, നല്ലത് തന്നെ. പക്ഷേ അതിനേക്കാൾ ആവശ്യം എന്താണെന്നറിയാമോ? സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വരിക എന്നുള്ളതാണ്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 15:7, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കട്ടെ. അങ്ങനെ വസിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ? ആ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ഭയങ്കര കാര്യമാണ്. എന്തും എങ്ങനെയാ? എന്നാൽ ഞാനൊന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുക. ആ വാക്യം ഒന്ന് വായിച്ചേ. എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അവിടെ അതൊരു വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനമാണ് എന്നെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ദൈവവചനമാണ് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പോകുന്നത്. ദൈവവചനമാണ് എൻ്റെ താല്പര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പം ദൈവവചനം എൻ്റെ ചിന്തകളെയും താല്പര്യങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഇച്ഛ എന്തായിരിക്കും? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെങ്കിൽ മുകളിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പം ദൈവത്തിൻ്റെ വചനം എന്നിൽ വസിക്കുകയും ഞാൻ കർത്താവിൽ വസിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ എൻ്റെ താല്പര്യങ്ങൾ എന്താകും? എൻ്റെ താല്പര്യം ഒന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇതൊക്കെ ഏകദേശമൊക്കെ ജീവിതത്തിൽ സത്യമായിട്ടുള്ള അനേക ദൈവമക്കളുണ്ട്, ദൈവവചനത്തിൽ ഒത്തിരി പേരുണ്ട്. അതിലൊരാളാണ് പൗലോസ്.
പൗലോസിനോട് ചോദിച്ചേ, ദൈവവചനം തൻ്റെ ഉള്ളിലുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ? ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്നിൽ മഹിമപ്പെടണമെന്നേ എനിക്ക് താല്പര്യമുള്ളൂ. എന്താ എൻ്റെ ഇച്ഛ? മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫലം, മുകളിലും താഴെയും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് എന്ത് ചെയ്യും? മഹത്വപ്പെടും. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം എന്നിൽ ഐശ്വര്യമായി വസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ താല്പര്യം എന്താ? എനിക്ക് ഫലം കായ്ക്കണം കർത്താവേ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ലോർഡ്, ഐ മേ ബെയർ ഫ്രൂട്ട് ഫോർ യു. എനിക്ക് ഫലം കായ്ക്കണം. എനിക്ക് ഫലം കായ്ക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുമ്പോൾ, കർത്താവേ, ആ ഫലം എന്നിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ ഇച്ഛിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ ഇച്ഛിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവേ, ആ ഫലം എന്നിൽ കായ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ ഇച്ഛയും പ്രാർത്ഥനയും സമർപ്പണവും ഒന്നു ചേരുമ്പോൾ ദൈവം എന്തു ചെയ്യും? ഫലം കായ്ക്കുവാനായിട്ട് തുടങ്ങും നമ്മിൽ. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഫലം കായ്ക്കുന്നതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, കായ്ക്കുന്ന കൊമ്പ് എന്തു ചെയ്യും? ചെത്തി വെടിപ്പാകും. അതെന്തിനു വേണ്ടിയിട്ടാ? അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി. അങ്ങനെ അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തി വെടിപ്പാക്കുന്ന പ്രോസസ് ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ ഐശ്വര്യമായി വസിക്കുന്നതിനോടുള്ള ബന്ധത്തിലുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ ഒരു ഭാഗം ഇന്നലെയും ഇന്നും പ്രഭാതത്തിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു. 50-ാം അധ്യായത്തിലാണത്. 50-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, തളർന്നിരിക്കുന്നവനെ, എനിക്ക് ഫലം കായ്ക്കണം താല്പര്യ, ഐ വാണ്ട് ടു ഹെൽപ്പ് സംബഡി. എനിക്ക് തളർന്നിരിക്കുന്നവനെ എന്ത് ചെയ്യണം? വാക്കുകൊണ്ട് താങ്ങണമെന്നൊക്കെ എനിക്ക് താല്പര്യ. പക്ഷെ അങ്ങനെ അറിയേണ്ടതിന് യഹോവയാകുന്ന കർത്താവ് എനിക്ക് എന്ത് തന്നു? ശിഷ്യന്മാരുടെ നാവ് തന്നു. ഗോഡ് ഗേവ് മീ ആൻ ഇൻസ്ട്രക്റ്റഡ് ടങ്. ശിഷ്യന്മാരുടെ നാവ് തന്നു. പക്ഷെങ്കിൽ അടുത്തത്, രാവിലെ തോറും എന്നെ ഉണർത്തുന്നു, എൻ്റെ ചെവി ഉണർത്തുന്നു. വായിച്ചോ. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. പിന്നെ ചെവി ഉണർത്തുക മാത്രമല്ല, ഈ താല്പര്യം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പം യഹോവ എന്ത് ചെയ്തു? എൻ്റെ ചെവി തുറന്നു. അവിടെ തീർന്നില്ല. അടുത്തത്, ഞാനോ മറുത്തു നിന്നില്ല. ശ്രദ്ധിക്കണം. When God began to open my ears, ഞാൻ എന്ത് ചെയ്തില്ല? മറുത്തു നിന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു? വായിച്ചോ അടുത്ത്. യെസ്. പിന്തിരിഞ്ഞില്ല. കാരണം യഹോവയാകുന്ന കർത്താവ് എൻ്റെ ചെവിയെ തുറക്കുക. എന്തിനാ? അൾട്ടിമേറ്റ്ലി എനിക്ക് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ കഴിയണം. ഐ മസ്റ്റ് ബി ഫ്രൂട്ട്ഫുൾ. ഞാൻ ഫലകരമാകുന്ന ഒരു വൃക്ഷമാകണം. അതാ എൻ്റെ താല്പര്യം. പക്ഷേ യഹോവയാകുന്ന കർത്താവ് എന്ത് ചെയ്തു? എൻ്റെ ചെവിയെ തുറന്നു. അടുത്തതായിട്ട് നമ്മൾ എന്നാ കാണുന്നതെന്നറിയാമോ? വായിച്ചേ ബ്രദറെ, അടുത്ത വാക്യം. അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും. ദ സെർവൻ്റ് ഓഫ് ദ ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച് എന്നാ പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്ക് നിമിത്തം എല്ലാവരും കർത്താവിനെ എന്ത് ചെയ്തു? പുകഴ്ത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെങ്കിൽ ബിഫോർ ദാറ്റ് എന്ത് ചെയ്തു? അവൻ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവവചനം റിച്ചായി നമ്മിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടല്ലേ 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക്
പ്രസാദം തോന്നി. ഇറ്റ് പ്ലീസ്ഡ് ദ ലോർഡ് ടു ക്രഷ് ഹിം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? അങ്ങനെ തകർത്ത് കളഞ്ഞതുകൊണ്ട് എന്താണ് അടുത്തതായിട്ടുണ്ടായത്? അവൻ സാന്തതിയെ കണ്ടു, ദീർഘായുസ് പ്രാപിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ, അവൻ്റെ കയ്യാൽ യഹോവയുടെ ഇഷ്ടം സാധിച്ചു. ഓ, ശ്രദ്ധിക്കണം, എൻ്റെയും നിങ്ങളുടെയും കൈകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം സാധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷെങ്കിൽ അതിനെന്തു വേണം? ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി നമ്മൾ എന്ത് ചെയ്യണം? വസിക്കാൻ തുടങ്ങണം. വേർഡ് ഓഫ് ക്രൈസ്റ്റ് മസ്റ്റ് ഡ്വെൽ ഇൻ us richly. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഐശ്വര്യമായിട്ട് വസിക്കണം. ക്രിസ്തുവിൻ്റെ വചനം എന്താ ഇതിൻ്റെ ബെനിഫിറ്റ്? ഞാനത് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിനൊത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് നമ്മളിൽ വസിക്കാൻ തുടങ്ങിയാൽ ഇറ്റ് ഈസ് സച്ച് എ, ഞാൻ പറഞ്ഞല്ലോ, സഫറിങ്സ് ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിങ്സ്, അതിൻ്റെ നടുവിലും ഇറ്റ് ഈസ് എ ജോയ്ഫുൾ തിങ്. ജോയ് ഓഫ് ദ ലോർഡ്. കണ്ണുനീരിൻ്റെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്താലുള്ള സന്തോഷവും ഒരു ഭക്തനുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മിൽ വസിക്കുമ്പോൾ, യെരമ്യാവിൻ്റെ പ്രവചനം 15:16, ഞാൻ അങ്ങയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, അങ്ങയുടെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. വചനം എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവുമൊക്കെ ആയി തീർന്നു. പക്ഷെങ്കിൽ യെരമ്യാവിൻ്റെ പ്രവചനം 15 മുഴുവൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മുകളിലും താഴെയും കൂടെ എഴുതിയിരിക്കുന്നതോടെ വായിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും. പക്ഷെങ്കിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തായി തീർന്നെന്നറിയാമോ? ഭയങ്കര സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ്, അതുകൊണ്ടാണ് പിന്നീട് ഒരിടത്ത് പറയുന്നത്, യെരമ്യാവ് പറയുന്നത്, ഞാൻ ഇനി നിൻ്റെ വചനങ്ങളെ സംസാരിക്കത്തില്ല, ഞാൻ ഓർക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല. കാരണം അത് എൻ്റെ അസ്ഥികളിൽ അഗ്നി പോലെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ്സ് വേർഡ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എനിക്കതിനെ വേർപെടുത്താൻ കഴിയാതെ ദൈവവചനം എന്നെ സമ്പൂർണമായി നിയന്ത്രിക്കുന്ന ആ അനുഭവത്തിൻ്റെ പേരാണ് ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി വസിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അറിവല്ല, കേവലം വചനത്തെക്കുറിച്ചുള്ളതാകുന്ന വായിച്ചുള്ള അറിവല്ല. അത് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവവചനം നമ്മളെ നിയന്ത്രിക്കാൻ, എല്ലാ തലങ്ങളിലും നിയന്ത്രിക്കാനായി തുടങ്ങുക. യഹോവയുടെ വചനം, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സവിശേഷത എന്താ? എബ്രായർ 4:12 നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി. ഇറ്റ് ഈസ് ലിവിങ്. ദൈവത്തിൻ്റെ വചനം ലിവിങ്, ഒരു ലിവിങ് ഓർഗാനിസമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം ലിവിങ് ആയതുകൊണ്ട് അതിനെന്നിൽ ഒരു ആക്റ്റീവ് റോളുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ വെച്ചേക്കുന്നൊരു കാര്യമല്ല, പിന്നെ അത് വളരെ ലിവിങ്ങാണ്, എപ്പോഴും ലിവിങ്ങാണ്. ഭയങ്കരമായിട്ടെന്നിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. കാരണം ലിവിങ് വേർഡാണ് ദൈവത്തിൻ്റെ വചനം. ജീവനുള്ളതും ചൈതന്യമുള്ളതുമായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നത് വരെ തുളച്ചില്ലെന്നതും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ ലിവിങ് വേർഡ് ഓഫ് ഗോഡ്. ഇത്
ഏതെല്ലാം തലങ്ങളിൽ എന്നിൽ കാണാൻ കഴിയും? പെട്ടെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാം. 119 സങ്കീർത്തനം നമുക്കറിയാവുന്ന വാക്യമാണ്. അതിൻ്റെ 11 വാക്യം ഇങ്ങനെയാണ്: അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സോ when the word of Christ dwell in us richly, we are able to overcome sin and temptations. പ്രലോഭനങ്ങളും പാപ പ്രവണതകളും അതിനെ ജയിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ ഐശ്വര്യമായി വസിക്കുമ്പോഴാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്ത് ചെയ്തിരിക്കുക? എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചേക്ക്. ഇറ്റ് ഈസ് ദർ. അതുകൊണ്ടാണ് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. നല്ലത് പുറപ്പെടുവിക്കുന്നു. വാട്ട് ഈസ് ഇൻസൈഡ് യു ദാറ്റ് വിൽ കം ഔട്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ എന്താണോ അതാ വരുന്നത് പുറത്ത്. നമ്മുടെ ജീവിതത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നത് എന്താണോ അതാ പെട്ടെന്ന് വരുന്നത്. അല്ലാതെ ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. ഉള്ളിൽ എന്നാ അതാ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 119:9 ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പിന്നെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുക? നമ്മുടെ നടപ്പിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഭാവങ്ങളെ, അതിനെയൊക്കെ വേർപിടിക്കുന്നത് വരെ തുളച്ച് ചെല്ലുന്ന ആക്റ്റീവായിട്ട് ആണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് എന്നിൽ വസിക്കുന്നു എന്നുള്ളത് എനിക്ക് എങ്ങനെ അളക്കാൻ കഴിയും? എത്രത്തോളം ജയകരമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതിനാൽ അവരവർക്ക് തന്നെ അറിയാം ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ ഐശ്വര്യമായി വസിക്കുന്നുണ്ട്. വേറെ ആരും പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹൗ മച്ച് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവ കൃപയാൽ എനിക്ക് ജയകരമായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ലാപ്സസ്, ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാതെ പെർഫെക്റ്റ് ആകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കഴിഞ്ഞ നാളുകളിലേക്കാളും നമ്മെ അടിമപ്പെടുത്തിയിരുന്ന പലതിനും നമുക്കിപ്പോൾ ജയം ഉണ്ടായിരിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ വചനം എന്ത് ചെയ്യുക? ഐശ്വര്യമായിട്ട് എന്നിൽ വസിക്കാൻ തുടങ്ങുക. ക്രിസ്തുവിൻ്റെ വചനം ജീവനുള്ളതാണെന്നും ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണെന്നും ഭാവങ്ങളെ ഇതിനെയൊക്കെ വിവേചിക്കുന്നത് പോലെ തുളച്ച് ചെല്ലുന്നതാണെന്നും വിശ്വസിക്കുന്നെങ്കിൽ ഇത് ജീവനുള്ളതാണ്. ആ ജീവനുള്ള ഓർഗാനിസം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കാൻ തുടങ്ങണം. ഐ എം ഏബിൾ ടു ഓവർകം. പ്രിയപ്പെട്ടവരെ, ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും എന്നാ തിരുവചനത്തിൽ പറഞ്ഞേക്കുന്നത്. ജയിക്കുന്നവൻ എന്നോടൊപ്പം ഇരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മറന്നു പോകരുത്. ഇത് പ്രസംഗിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഹി ഹു ഓവർകംസ്, ജയിക്കുന്നവൻ. ഹാഫ് ഹാർട്ടഡായിട്ടുള്ള മിനിമം പരിപാടി ചെയ്തേച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരെ ചേർക്കാൻ അല്ല ക്രിസ്തു വരുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് കർത്താവ് പ്രത്യക്ഷനാകും. അങ്ങനെയെങ്കിൽ when the word of Christ dwell in me richly, I begin to overcome. ഞാൻ എന്ത് ചെയ്യുക? ജയിക്കാൻ തുടങ്ങിയ ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം, ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയില്ലെന്നല്ല, ഉണ്ടാകാം. പക്ഷേ അപ്പോഴും ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുന്നവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് മനസ്സിലാക്കി കർത്താവിലേക്ക് അവൻ തിരിയും. അതാ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വീണ് കിടക്കുന്നത് ഒരു നല്ല ലൈസൻസായിട്ട് അവൻ കരുതുകയില്ല. അവൻ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ. നമ്മുടെ കർത്താവ് അങ്ങനെയല്ലേ പിശാചിനെ ഓവർകം ചെയ്തത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു.
കർത്താവിൻ്റെ ഉള്ളിൽ അവിടുത്തെ പിതാവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് വസിച്ചിരുന്നു. അതുപോലെ നമ്മിലും എന്ത് ചെയ്യണം? വസിക്കാൻ തുടങ്ങണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഗോഡ്സ് വേർഡ് നോട്ട് ഓൺലി ഹെൽപ്സ് us to overcome temptation, that is negative part, but it helps us build ourselves up. നെഗറ്റീവായിട്ട് ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം അതില്ല, അതിന്മേൽ എനിക്ക് ജയം എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? എന്നെ പണിയും, എന്നെ ബിൽഡപ്പ് ചെയ്യും. അതിന് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത് ആത്മീക വർധന എന്നാണ് പറയുന്നത്. വർധനവ്, ആത്മീക വർധനവ്. ഓരോ ബ്രിക്ക് വെച്ച് എൻ്റെ ജീവിതം പണിയുകയാണ്. ഐ എം ബീങ് ബിൽറ്റ്, പണിതുകൊണ്ടിരിക്കുക. ഞാൻ നെഗറ്റീവായിട്ട് എനിക്ക് ജയം കർത്താവ് തരുന്നു, അതേസമയം തന്നെ പോസിറ്റീവായിട്ട് എൻ്റെ ജീവിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് 20-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവിടുത്തെ കൃപയുടെ വചനത്തിലും. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, അവിടെ ദൈവത്തെയും അവിടുത്തെ കൃപയുടെ വചനത്തെയും ഈക്വലായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിലും അവിടുത്തെ കൃപയുടെ വചനത്തിലും ഞാൻ എന്ത് ചെയ്യുക? നിങ്ങളെ ഭരമേൽപ്പിക്കുക. ഇതേ എനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രയോജനമുള്ളതൊന്നും എന്ത് ചെയ്തില്ല, മറച്ചു വെച്ചില്ല. സകലും വീടാന്തരവും പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും എല്ലാം എനിക്ക് എന്തേ ഉള്ളായിരുന്നു? ഇതേ ഉള്ളായിരുന്നു നിങ്ങളോട് പറയാൻ. വേറൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവരോട് പറയുന്നത്, ഇനിയും ആരെങ്കിലും തെറ്റിപ്പോയാൽ ഞാൻ എന്തല്ല, കുറ്റക്കാരനല്ല. കാരണം ദൈവത്തിൻ്റെ വചനം അവർക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അനേക വേദകാര്യങ്ങൾ, ദൈവവചനത്തിൽ നമ്മൾ അനേക കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ റെസ്പോൺസിബിളില്ല. മറ്റുള്ള ഇവിടെയുള്ള അനേക കൂട്ടങ്ങളെക്കാളും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി അധികമാണ്. മനസ്സിലാക്കണം, വി ആർ ബൗണ്ട് ഇൻ ഗോഡ്സ് പ്രസൻസ്. ദൈവ സന്നിധാനത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ അധികമാണ്. മറന്നു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ആത്മീക വർധന തരുവാൻ കഴിയുന്ന വചനത്തിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആത്മീക വർധന തരുന്നു. മറ്റൊന്ന്, 119:92, അങ്ങയുടെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ, കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങിയാൽ അതവന് ആശ്വാസമാകും. അവനെ കഷ്ടത തകർക്കുകയല്ല, അവന് ദുഃഖമില്ലെന്നല്ല, പക്ഷേ ഹീ ഈസ് നോട്ട് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയിഡ്. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ വചനം അവനിൽ ഐശ്വര്യമായി. ഞാൻ കഷ്ടതയിലായി, ഒക്കെ ശരിയാ, പക്ഷെങ്കിൽ ആ സമയത്തും അവിടുത്തെ ന്യായപ്രമാണം എന്താ? എൻ്റെ പ്രമോദമാ. ഐ എൻജോയ് ദാറ്റ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനം പോലെ സന്തോഷം തരുന്ന ഒന്നുമില്ല. ഒരു ഫിലോസഫിയുമില്ല, ഒരു സയൻസുമില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണേ കർണരസകരമാകുന്ന ഒത്തിരി കാര്യങ്ങൾ, പ്ലൂട്ടോയുടെ കാര്യവും നെപ്റ്റ്യൂണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു ഉഷാറൊക്കെയാകും ചിലർക്കൊക്കെ. പക്ഷേ അത് പറഞ്ഞിട്ട് ഒരു ഫലമില്ല. ഇതിനെയൊക്കെ അവിടുത്തെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവൻ്റെ ആ വചനം ഉള്ളിൽ വസിക്കുന്നതാണോ വലിയ കാര്യം, അതോ ഇതിനെക്കുറിച്ച് പറയുന്നതാണോ വലിയ കാര്യം? പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഈ വചനത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 15-ാം അധ്യായം 4
മലയാളം വേദപുസ്തകത്തിൽ 6-ാം വാക്യം, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 5-ാം വാക്യം. 4-ഉം 5-ഉം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ, റോമർ 15-ന്റെ 4-ഉം 5-ഉം ഇംഗ്ലീഷ്, 4-ഉം 6-ഉം മലയാളം വേദപുസ്തകത്തിൽ. ഇത് ഇങ്ങനെയാണ്: എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. മറന്നു പോകരുത്, ദൈവവചനവും ദൈവവും ഒരേ അളവിലാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ഒരേ അളവിലാണ് പറഞ്ഞേക്കുന്നത്. മറന്നു പോകരുത്, ഇത് തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും ഒരേ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന വചനം. അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പോലെ സങ്കടങ്ങളുടെ നടുവിൽ സ്ഥിരത നൽകുന്ന, എൻഡ്യൂറൻസ് നൽകുന്ന, സഹിഷ്ണുത നൽകുന്ന ഒന്നില്ല. അങ്ങനെ സഹിഷ്ണുത കിട്ടുന്നത് കൊണ്ട് എന്തുണ്ടാകും? പ്രത്യാശയുണ്ട്, ഹോപ്പ് ഉണ്ട്, പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? ഐ ആം നോട്ട് ഫിനിഷ്ഡ്, ഞാൻ തീർന്നിട്ടില്ല. പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോഴേ സങ്കടങ്ങളുടെ നടുവിൽ ഈ പ്രത്യാശയും ധൈര്യവും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ സങ്കടം അനുഭവിക്കുന്ന വിശുദ്ധന്മാരോട് പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? 4:13 മുതൽ 18 വരെയുള്ള വാക്യം. ഒന്ന് തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെ നമുക്കറിയാം. എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഇങ്ങനെ പറഞ്ഞു വന്നേച്ച് ആ വലിയ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. തിയോളജിയാണ് പറയുന്നത്. തിയോളജി മാറ്റേഴ്സ്. തിയോളജി പ്രാധാന്യമുള്ള കാര്യമാണ്, കൊച്ചു കാര്യമൊന്നുമല്ല. തിയോളജിയാണ് പറയുന്നത്. എന്താ? റിട്ടേൺ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വരവ്. റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ പുനരുത്ഥാനം. ജീവനോട് ശേഷിക്കുന്ന നാം എടുക്കപ്പെടുന്നു, റാപ്ചർ ഓഫ് ദ സെയിൻസ്. പിന്നെ റീയൂണിയൻ വിത്ത് ദ ലോർഡ്. റിട്ടേൺ ഓഫ് ദ ലോർഡ്, റിസറക്ഷൻ ഓഫ് ദ സെയിൻസ്, rapture of the living saints and reunion with all of them. എന്നിട്ട് പറയുക, ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പോലെ ആശ്വാസം നൽകുന്ന മറ്റൊന്നുമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുമാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ റിച്ചായിട്ട് എന്നിൽ ഈ വചനം വസിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ അറിയാം? സമയം തീർന്നു എങ്കിലും പറയാം. ഇത് റിച്ചായിട്ട് എന്നിൽ വസിക്കുന്നു എന്നുള്ളത്, താങ്ക് ഗോഡ് ഐ ക്യാൻ മെഷർ ആൻഡ് സീ. എനിക്ക് അളന്നു നോക്കി മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ അളക്കാൻ കഴിയുന്നത്? ഇഫ് ക്രൈസ്റ്റ് വേർഡ് dwell in me richly, it will radically change my behavior. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പെരുമാറ്റത്തെ അത് വളരെ സാരമായി ബാധിക്കും. സാരമാകുന്ന വ്യത്യാസം ഉണ്ടാക്കും. എവിടുത്തെ പെരുമാറ്റം ഉപദേശി? വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്. ശ്രദ്ധിച്ചേ. പിന്നെ എന്താ പറയുന്നത്? ഓക്കെ, വാക്കിനാലോ. അത് കഴിഞ്ഞ് 17 വാക്യം പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറയുന്ന കാര്യമാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ മക്കളെ, പിന്നെന്താ പറയുന്നത്? പിതാക്കന്മാരെ, ദാസന്മാരെ. ഇന്ന് ദാസന്മാരില്ല, അപ്പോൾ എംപ്ലോയീസ് എന്ന് വേണേൽ പറയാം. പിന്നെ യജമാനന്മാരെ. ഇന്ന് യജമാനന്മാരില്ല,
പിന്നെന്ത് വേണേ പറയാം, എംപ്ലോയേഴ്സ് എന്ന് വേണേ പറയാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എന്നിൽ ഐശ്വര്യമായി വസിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡം കൊണ്ട് എന്ത് ചെയ്യാം? എനിക്ക് അളക്കാം. എൻ്റെ ഭവനത്തിൽ എൻ്റെ പെരുമാറ്റം എങ്ങനെ എന്നതിനാൽ എനിക്ക് അളക്കാൻ കഴിയും ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് എന്നിൽ വസിക്കുന്നുണ്ടോ. പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് അത് ദൃഷ്ടി സേവകളായിട്ട് അല്ല, പിന്നെ എന്തുവാ, കർത്താവിനെന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ. പിന്നെ എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണോ. പണ്ടാരാണ്ട് ഒരു ടീച്ചർ കൊച്ചിനെ പിടിച്ചടിച്ചു. കൊച്ചു വന്ന് പരാതി പറഞ്ഞു അപ്പനോട്. എന്തിനാ നിന്നെ അടിച്ചേ? പറഞ്ഞു, അത് ഞാൻ അവിടെ പെൻസിലെടുത്തേനാ, ഇന്നാളുടെ പെൻസിൽ ഞാൻ എടുത്തേനാ, അവൾ കാണാതെ. അപ്പം പറഞ്ഞെന്നാ, നീ എന്ത് ചുമ്മാ എന്നെ നാണക്കെടുത്തി ഒരു പെൻസിലെടുത്ത്, നീ പറഞ്ഞായിരുന്നു ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പെൻസിലും പേനായും കൊണ്ട് തന്നേനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് നമ്മെ അളക്കാൻ കഴിയണം. ആം ഐ ഫെയ്ത്ത്ഫുൾ? ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ വീട്ടിൽ ഞാൻ വിശ്വസ്തനാണോ? ഭാര്യയോട് ഞാൻ വിശ്വസ്തനാണോ? ഭർത്താവിനോട് വിശ്വസ്തനാണോ? ക്രിസ്തുവിൻ്റെ വചനം എന്താ ഒരു മൗനം? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുന്നത് ഇങ്ങനെയാണെന്ന് വേദപുസ്തകം പറഞ്ഞേക്കുന്നത്, ഞാനല്ല പറയുന്നേ. അതാ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അളക്കാൻ കഴിയും ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി എന്നിൽ വസിക്കുന്നുണ്ടോ, സകല ജ്ഞാനത്തോടും കൂടെ. അവിടെ ആദ്യം പറയുന്നത് എന്താണെന്നറിയാം? സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും. എഫെസ്യ ലേഖനത്തിൽ അതിൻ്റെ പാലം നമ്മൾ കാണുന്നത് തമ്മിൽ സംസാരിച്ച്. ഇൻ ഷോർട്ട്, ആദ്യം ബാധിക്കുന്നത് എവിടാ? ഇതിനെ. ആദ്യം ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുന്നത്, അഫക്റ്റ് ചെയ്യുന്നത് എവിടാ? നാവിനെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആദ്യം എന്തോ പറ്റി? അന്യഭാഷ സംസാരിച്ചെന്നാൽ നാവിൻ്റെ കൺട്രോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മാ, അങ്ങനൊന്നും അല്ലെന്നേ. നാവിൻ്റെ കൺട്രോൾ പരിശുദ്ധാത്മാവിന് കിട്ടിയോ എന്നുള്ളതാണ് വിഷയം. തമ്മിൽ സംസാരിക്കണം. സോ ആദ്യം ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് എന്നിൽ വസിക്കുന്നുവെങ്കിൽ എൻ്റെ നാക്ക് കൊണ്ടറിയും. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് ശരീരം തളർന്നെന്ന് പറഞ്ഞു, പക്ഷെ നിന്റെ നാക്ക് തളർന്നില്ലല്ലോ എന്ന്. എനിവേ, ആരും പറയല്ലേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ കാര്യം അവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായിട്ട് നിങ്ങളിൽ വസിക്കട്ടെ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ബുദ്ധിയുപദേശം തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം ഒരു വൈറ്റൽ റോള് ദൈവത്തിൻ്റെ വചനത്തിന് എന്നിലുണ്ട്. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു സഭയെക്കുറിച്ച് പറയുക, ഫിലദൽഫിയ സഭയെക്കുറിച്ച്. അവർക്ക് വലിയ ശക്തിയും വലിയ പ്രതാപമൊന്നുമില്ലായിരുന്നു, ശക്തിയൊന്നുമില്ലായിരുന്നു, അല്പം ശക്തിയേ ഉള്ളായിരുന്നു. പക്ഷേ എങ്കിലും നീ എന്ത് ചെയ്തു? എൻ്റെ വചനം കാത്തു. നമ്മൾ നിത്യതയെ ചെല്ലുമ്പോഴേ ഈ ഒരു സർട്ടിഫിക്കറ്റ് കർത്താവിങ്കൽ നിന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം. നിനക്ക് അല്പമേ ശക്തിയുള്ളായിരുന്നു, പക്ഷെ നീ എന്ത് ചെയ്തു? എൻ്റെ വചനം കാത്തു. എൻ്റെ വചനം നിൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുവാൻ നീ അനുവദിച്ചു. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിന്നിൽ വസിപ്പാൻ നീ താല്പര്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിത്യത അകലെയല്ല, അടുത്ത.
നിത്യത ഒത്തിരി നാൾ കഴിഞ്ഞല്ല, നിത്യത ഇന്ന് കണ്ണടഞ്ഞാൽ ഇത് ധൈര്യം നമുക്കുണ്ടോ? കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.